വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ CSSൻ്റെ ബേസിക്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ ബാലൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മാർജിനെ പറ്റിയാണ്. അപ്പോൾ ഓക്കെ, CSSൽ യൂസ് ചെയ്യുന്ന മാർജിൻ പ്രോപ്പർട്ടി എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറയാം. അപ്പോൾ ഒരു വെബ് പേജ് എടുക്കാൻ നമ്മൾ ജസ്റ്റ് മാർജിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പേജ് ആണെങ്കിൽ പേജിൻ്റെ ഔട്ടർ എഡ്ജ് തൊട്ട് ഒരു ബോർഡറിൻ്റെ ആ സ്പേസ് ഉണ്ടല്ലോ, അതിനാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർജിൻ സെറ്റ് ചെയ്ത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ടോപ്പ്, റൈറ്റ്, ബോട്ടം, പല സൈഡിലായിട്ട് നമുക്ക് മാർജിൻ സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതിനോട് മാർജിൻ ടോപ്പ്, മാർജിൻ റൈറ്റ്, മാർജിൻ ബോട്ടം എന്ന പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ഒക്കെ ഒരു പാരഗ്രാഫ് എടുത്തു. മാർജിൻ ടോപ്പ് 100 px എന്ന് ചെയ്യുമ്പോൾ മാർജിൻ്റെ ഇപ്പോൾ നമ്മുടെ ഒരു ബോർഡർ എടുക്കുകയാണെങ്കിൽ ആ ഔട്ടർ എഡ്ജിൻ്റെ ആ ടോപ്പ് ഭാഗത്തായിട്ട് ഒരു 100 px ഗ്യാപ്പ് വരും. അതുപോലെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ബോട്ടത്തിലേക്കൊക്കെ അതുപോലെ തന്നെ ആ ഒരു ഇപ്പോൾ ബോട്ടം 100 px താഴേന്നും ഒരു 100 px ജസ്റ്റ് ഡിസ്റ്റൻസിലായിരിക്കും ആ മാർജിൻ സെറ്റ് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം എല്ലാം ഡിഫറൻ്റ് ആയിട്ട് കൊടുത്തു. ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ നമ്മൾ ഷോർട്ട് കട്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതിനോട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി മാർജിനാണ്. അപ്പോൾ ഇവിടെ മാർജിൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം 25 px ടോപ്പാണ്, 50 px റൈറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഇതേ ഓർഡർ ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് ആ ഒരു ഓർഡറിൽ ഒറ്റ ഇതായിട്ട് അതായത് മാർജിൻ ഷോർട്ട് കട്ട് പ്രോപ്പർട്ടിയിൽ ഒറ്റ സ്റ്റെപ്പായിട്ട് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് പാഡിങ്. പാഡിങ് പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെബ് പേജ് എടുക്കുകയാണെങ്കിൽ ആ വെബ് പേജിൻ്റെ അകത്തൊരു കണ്ടൻറ്റ് ഉണ്ടാവും. ആ കണ്ടൻറ്റിൻ്റെ സ്പേസിലായിട്ടുള്ള, അതായത് ആ കണ്ടൻറ്റിൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സില്ലേ, അപ്പോൾ അതിന് ചുറ്റുമുള്ള അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാഡിങ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ മാർജിനെ പോലെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. പാഡിങ് ടോപ്പ്, പാഡിങ് റൈറ്റ്, പാഡിങ് ബോട്ടം, പാഡിങ് ലെഫ്റ്റ്. അപ്പോൾ അതെല്ലാം ആ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ബോട്ടത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 പ്രോപ്പർട്ടീസ് പാഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡിവ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് പാഡിങ് ടോപ്പ് എന്ന് പറഞ്ഞ് 50 px എന്ന് വെച്ചാൽ അപ്പോൾ ടോപ്പിലോട്ട് 50 px ഒരു ഡിസ്റ്റൻസ് വരും. അതുപോലെ പാഡിങ് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് ബോട്ടത്തിലേക്ക് പാടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ മറ്റേൽ പറഞ്ഞ പോലെ തന്നെ പാഡിങ് ഷോർട്ട് കട്ട് പ്രോപ്പർട്ടി ഇതിനകത്തുണ്ട്. അതിൻ്റെ അകത്ത് മാർജിൻ ഷോർട്ട് കട്ട് ആയിരുന്നു. അപ്പോൾ ഇവിടെ പാഡിങ് ഷോർട്ട് കട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി പാഡിങ് ആണ്. പാഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ അതൊക്കെ ആദ്യം പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ ടോപ്പ് ആദ്യം കൊടുക്കുക, റൈറ്റ് രണ്ടാമത് കൊടുക്കുക, മൂന്നാമത് ലെഫ്റ്റ് കൊടുക്കുക, നാലാമത് ബോട്ടം കൊടുക്കുക. ഈ ഓർഡറിൽ തന്നെ നമ്മൾ കൊടുക്കണം. സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും ഒറ്റ സ്റ്റെപ്പിൽ പാഡിങ് എന്ന ഒറ്റ പ്രോപ്പർട്ടി നമുക്ക് ഷോർട്ട് കട്ട് പ്രോപ്പർട്ടി വെച്ച് ചെയ്യാൻ പറ്റും. ഈ നെക്സ്റ്റ് നമ്മൾ പാഡിങ്ങിൽ യൂസ് ചെയ്യുന്ന വേറെ പ്രോപ്പർട്ടിയാണ് പാഡിങ് വിഡ്ത്ത് എന്ന് പറയുന്നത്. പാഡിങ് വിഡ്ത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാഡിങ് അതായത് നമ്മുടെ ഇതിനകത്ത് വരുന്ന വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഡ്ത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വിഡ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബോക്സ് സൈസിങ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. ആ വിഡ്ത്ത് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് നല്ലൊരു ഭംഗിയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബോക്സ് സൈസിങ് പ്രോപ്പർട്ടി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ അത് ആ വിഡ്ത്ത് നല്ല പക്ക ഒരു പ്രൊഫഷണൽ പോലെ ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സ് സൈസിങ് പ്രോപ്പർട്ടി നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് CSSൽ വരുന്നതാണ് ബോക്സ് മോഡൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബോർഡർ കഴിഞ്ഞ വീഡിയോയിൽ ബോർഡറിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാർജിൻ പാഡിങ്ങിനെ ഇതെല്ലാം കൂടെ ഒറ്റ ഇതിൽ വരുന്നതിനാണ് CSS ബോക്സ് മോഡൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും പുറത്താണ് സെക്ഷൻ മാർജിൻ, പിന്നെ ബോർഡർ, അതിൻ്റെ അകത്ത് പാഡിങ്, അതിൻ്റെ അകത്ത് കണ്ടൻറ്റ്. ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ബോക്സ് മോഡൽ വരുന്നത്. അപ്പോൾ ഇതിന് ഓരോന്ന് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണിത്. ഫസ്റ്റ് കണ്ടൻറ്റ് നമ്മൾ വെബ് പേജിൻ്റെ അകത്ത് കൊടുക്കുന്ന ആ ഒരു കണ്ടൻറ്റ്, ഇപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ ഇമേജ് ആവാം, അല്ല നമ്മൾ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത് പാഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ ടെക്സ്റ്റിന് ചുറ്റുമുള്ള ആ സ്പേസാണ് പാഡിങ് എന്ന് പറയുന്നത്. അതാണ് പാഡിങ് സെക്ഷൻ. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അടുത്ത ബോർഡർ നമ്മൾ സാധാ ഒരു പേജിന് ബോർഡർ കൊടുക്കില്ല, ആ ഒരു ബോർഡർ തന്നെ ബോർഡർ സെക്ഷൻ. അടുത്ത മാർജിൻ എന്ന് പറഞ്ഞാൽ ബോർഡറിനും പിന്നെ പുറത്ത് ഔട്ടർ എഡ്ജ് ഇല്ലേ, നമ്മുടെ ഒരു പേജ് എടുക്കുകയാണെങ്കിൽ ആ പേജിൻ്റെ ഔട്ടർ എഡ്ജും ആ ബോർഡറും തമ്മിലുള്ള ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊടുത്തേക്കാണ് കേട്ടോ. വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ബോർഡർ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ബോർഡറിന് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ബോർഡറിൻ്റെ ഇപ്പോൾ സൈസും ആ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പാണെന്നും കളറും പിന്നെ പാഡിങ്ങും മാർജിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ ബോക്സ് മോഡൽ ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുന്നത്, എല്ലാം ഒരുമിച്ചായിട്ട്. അപ്പോൾ നമ്മുടെ വെബ് പേജിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ എക്സാമ്പിളൊക്കെ നോക്കുമ്പോൾ ആദ്യം വിഡ്ത്ത്, ഇപ്പോൾ നമ്മൾ വിഡ്ത്ത് 300 px എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഡ്ത്ത് അതായത് നമ്മുടെ ആ പാഡിങ്ങിൻ്റെ വിഡ്ത്ത് ആ ഒരു 300 px ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ബോർഡർ വരയ്ക്കുകയാണെങ്കിൽ ബോർഡർ 50 pxലും സോളിഡ്സ് ഇതിലും, അതായത് സോളിഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതിലായിട്ടും പിന്നെ ഗ്രീൻ കളറിലായിട്ടായിരിക്കും വരുന്നത്. പാഡിങ് നമ്മൾ പറഞ്ഞായിരുന്നു കണ്ടൻറ്റിൻ്റെ ചുറ്റുമുള്ള സൈസ്. മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ടർ എഡ്ജിൻ്റെ ബോർഡറിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അടുത്താണ് CSS ടെക്സ്റ്റ്. നമ്മൾ CSSൽ ടെക്സ്റ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുക്കും. ഫസ്റ്റാണ് കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി കളറാണ്. അപ്പോൾ കളർ ജസ്റ്റ് റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കളർ ഇതായിട്ട് വരും. അടുത്ത ടെക്സ്റ്റ് അലൈൻ, നമുക്ക് ടെക്സ്റ്റ് അലൈൻ ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ സെൻറ്റർ ആയിട്ട് കൊടുക്കാം, റൈറ്റ് ലെഫ്റ്റ് ഏത് രീതിയിലാണ് കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടിക്ക് അത് സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് സെൻറ്ററിൽ വരും. ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ, അല്ല റൈറ്റാണ് റൈറ്റിലോട്ട് വരും. ഈ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെക്സ്റ്റ് ഡെക്കറേഷൻ. അത് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റിന് എന്തെങ്കിലും ഇപ്പോൾ
അണ്ടർലൈൻ വരുത്താം, അല്ലെങ്കിൽ ഓവർലൈൻ വരുത്താം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഡെക്കറേഷൻ. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന വാല്യൂസ് ഓവർലൈൻ കൊടുക്കാനും അണ്ടർലൈൻ, ലൈൻ ത്രൂ, നോൺ, ഈ 4 ടൈപ്പ് വാല്യൂസ് കൊടുത്ത് നമുക്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻ നമുക്ക് CSSൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഒരു H1, അതായത് ഹെഡിങ് ടാഗ് ഓപ്പൺ ചെയ്തു, ടെക്സ്റ്റ് ഡെക്കറേഷൻ ഓവർലൈൻ എന്ന് പറഞ്ഞാൽ ഓവർലൈൻ ആയിട്ട് വരും. അടുത്ത ഇപ്പോൾ ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് താഴെ അണ്ടർലൈൻ ആയിട്ട് വരും. ഇത്രയും വാല്യൂസാണ് നമ്മൾ ടെക്സ്റ്റ് ഡെക്കറേഷനിൽ കൊടുക്കുന്നത്. ഈ നെക്സ്റ്റ് വരുന്ന സാധനമാണ് ടെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. ടെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന എങ്ങനെ, അതിന് കൊടുക്കുന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂസ് അപ്പർ കേസ്, ലോവർ കേസ്, ക്യാപിറ്റൽസ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് ട്രാൻസ്ഫോം. അതിപ്പോൾ അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ അപ്പർ കേസിൽ വരും, ലോവർ കേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലോവർ കേസ്. അപ്പോൾ ഏത് കേസിലാണ് നമ്മൾ കൊടുക്കുന്നത് ആ രീതിയിൽ വരും. അപ്പോൾ ഇപ്പോൾ അപ്പർ കേസ് ആണെങ്കിൽ ഹലോ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ വരും. അടുത്ത ലോവർ കേസിൽ എടുക്കണമെങ്കിൽ എല്ലാം ലോവർ കേസിലായിട്ടും വരും. അടുത്ത ലെറ്റർ സ്പേസിങ്. ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലെറ്റർ എഴുതി, ആ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റർ സ്പേസിങ് പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലെറ്റർ സ്പേസിങ് 3px എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ HI എന്നാണ് HIയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എടുത്താൽ. അടുത്ത് ലൈൻ ഹൈറ്റ്. നമുക്ക് ലൈനൊരു ഹൈറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ ലൈനും അത് സെറ്റ് ചെയ്യാൻ ലൈൻ ഹൈറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് പേരിൽ തന്നെ മനസ്സിലാവും. അടുത്ത വേർഡ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേർഡ് എഴുതുകയാണെങ്കിൽ 2 വേർഡ്സ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് വേർഡ് സ്പേസിംഗ്. അത് 10px. ബേസിക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ഷാഡോ പ്രോപ്പർട്ടി നമ്മൾ കണ്ടിട്ടില്ലേ പലതും ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ 2 രീതിയിലുണ്ട്, ഹൊറിസോണ്ടൽ ഷാഡോ, വെർട്ടിക്കൽ ഷാഡോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2px എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ് ആദ്യം കൊടുക്കുന്നത്, രണ്ടാമത് വെർട്ടിക്കൽ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഓർഡറിൽ തന്നെ നമ്മൾ ടെക്സ്റ്റ് ഷാഡോ സെറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്താണ് ഫോണ്ട് പ്രോപ്പർട്ടി. അതിന് ഫോണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഫോണ്ട് ഫാമിലി. അപ്പോൾ ഫോണ്ട് ഫാമിലി ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് എന്താണെന്ന് വെച്ചാൽ ടൈംസ് ന്യൂ റോമാൻ കൊടുക്കാം, ഏരിയയിൽ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊടുത്താൽ മതി. അടുത്താണ് ഫോണ്ട് സ്റ്റൈൽ. ഫോണ്ടിൻ്റെ സ്റ്റൈൽ ഏതെങ്കിലും രീതിയിൽ കൊടുക്കാം. ഒന്ന് ഈ നോർമൽ, ഇവിടെ ഉള്ള വാല്യൂസ് നോർമൽ, ഇറ്റാലിക്, ഒബ്ലിക്യു. അപ്പോൾ ഇത് ഈ 3 ടൈപ്പിൽ ഏതിൽ വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാൻ സാധിക്കും. അടുത്ത ബോണ്ടിൻ്റെ വെയിറ്റ്, ഒന്ന് ഈ ബോൾഡ് അല്ലെങ്കിൽ നോർമൽ. അപ്പോൾ ഈ 2 വാല്യൂസ് വെച്ച് ബോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ബോണ്ടിൻ്റെ ഒരു സൈസ്, ആ ഒരു ഷേപ്പ് അതുപോലെ വരാം. അതാണ് ബോർഡ് വേരിയൻറ്റ്. നെക്സ്റ്റ് ആണ് അടുത്ത ബോർഡ് വേരിയൻറ്റ് നോർമൽ, സ്മോൾ ക്യാപ്സ്. അപ്പോൾ ഈ 2 വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് ബോർഡ് വേരിയൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നീ സ്മോൾ ക്യാപ്സിൽ അല്ലെങ്കിൽ നോർമൽ, ഈ 2 ഇതിലായിരിക്കും. അടുത്ത ബോണ്ട് സൈസ്. ഫോണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 50px. അതായത് നമ്മളിപ്പോൾ ഒരു ഫോണ്ട് കൊടുക്കുകയാണെങ്കിൽ സൈസ് ഉണ്ടാവില്ല, അതിനാണ് ഫോണ്ട് സൈസ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ഫോണ്ടിൻ്റെ പ്രോപ്പർട്ടി ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണ്ട് ഷോർട്ട് കാറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അതിനോട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഫോണ്ടാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കണ്ടോ ഫോണ്ട് 20px ഏരിയൽ. 20px എന്ന ഫോണ്ട് സൈസാണത്. അടുത്ത ഏരിയൽ എന്ന് പറഞ്ഞാൽ ഫോണ്ട് ഫാമിലിയാണ്. അപ്പോൾ ഈ സൈസും ഫാമിലിയും അതെന്തായാലും നമ്മൾ കൊടുക്കണം. ബാക്കിയൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അടുത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H1ൻ്റെ അകത്തുണ്ട് ഫോണ്ട് ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു സ്റ്റൈൽ. രണ്ടാമത് ക്യാപ്സ്, സ്മോൾ ക്യാപ്സ് വേരിയൻറ്റ്. അടുത്ത ബോൾഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റ്. അടുത്ത് 12px എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ്, ആൻഡ് ഏരിയൽ എന്ന് പറഞ്ഞാൽ ഫോണ്ട് ഫാമിലി. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ സ്റ്റൈല്, വേരിയൻറ്റ്, വെയിറ്റ്, സൈസ് ആൻഡ് ഫോണ്ട് ഫാമിലി, ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഫോണ്ട് സൈസും ഇതും നമ്മൾ എന്തായാലും കൊടുക്കേണ്ട ഒരു സാധനമാണ്. അതാണ് ഫോണ്ട് ഷോർട്ട് കാറ്റ് പ്രോപ്പർട്ടി. താങ്ക് യു.